Hi, Sreet. ഹലോ. So, നമ്മുടെ സ്പെഷ്യൽ 40 പേജിലെ Q&A സെഷനിൽ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പ്ലീസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ജോബ് സ്കോപ്പ് ഓഫ് CMA ഇന്റർ ആൻഡ് CMA ക്വാളിഫൈഡ്. CMA ക്വാളിഫൈഡ് എന്ന് പറയുമ്പം ഹി ബിക്കം എ മെമ്പർ ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ്. കറക്റ്റ്. ആൾക്ക് മൾട്ടിനാഷണൽ കമ്പനീസുള്ള മാനുഫാക്ചറിങ് കമ്പനികൾ, അതേപോലെ തന്നെ ബിഗ് ഫോറുള്ള EY, KPMG, ഡെലോയിറ്റ്, PwC ഇതുപോലത്തെ കമ്പനികളിലും കോസ്റ്റ് അക്കൗണ്ടൻ്റായിട്ടും കോസ്റ്റ് അനലിസ്റ്റായിട്ടും ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ടും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഈവൻ ഇന്ത്യയിലും പുറത്തും അവൈലബിൾ ആണ്. ഈ CMA ഇന്റർ ഹാഫ് ക്വാളിഫൈഡ് ആകുന്ന സമയത്ത് ആകെ ചെക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വെദർ ഹി ഹാസ് ഡൺ എനി ഇൻറ്റേൺഷിപ്പ് ഇൻ എനി CFO. അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 ഇയേഴ്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, കുറച്ച് സോഫ്റ്റ് സ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്, എക്സൽ അതുപോലത്തെ ടൂളുകൾ അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ ആൾക്കും നല്ല ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. അതായത് ഈവൻ ഒരു കോസ്റ്റ് അക്കൗണ്ടിനെ തന്നെ ഒരു അനലിസ്റ്റ് സപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെയുള്ള ഒരു CMA ഇന്റർ ഉണ്ടല്ലോ, അവർക്ക് ചിലപ്പം വലിയ ചലഞ്ചായിരിക്കും. കാരണം ദേ റിമെയിൻ ടു ബി എ ഗ്രാജുവേറ്റ്. നോർമലി ഒരു BCoമിനുള്ള അതേ വാല്യൂ തന്നെ ഒരു CMA ഇന്റർ കഴിഞ്ഞ കുട്ടിക്കും വാല്യൂ കാണത്തുള്ളൂ. കാരണം അക്കാഡമിക്കലി ജോബിന് വേണ്ട സ്കില്ല് ഒരിക്കലും ആ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. അതിപ്പോൾ CMA ഇന്റർ ആയാലും ആ ജോബ് സ്കില്ല് അവൈലബിൾ അല്ല. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലാരിഫൈ.